കടമുള്ള ദിവസങ്ങളിൽ, ഞായറാഴ്ചകളിൽ മാത്രമല്ല, കടമുള്ള ദിവസങ്ങളിൽ കുർബാന കണ്ടതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ ദിവസത്തിൻ്റെ വലിയ പങ്കും പ്രസംഗം കേൾക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക മുതലായ സത്കർമ്മങ്ങളിലും രോഗികളെ, പ്രത്യേകം സാധുക്കളായ ദീനക്കാരെ ചെന്ന് കണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ചെലവഴിക്കുക. വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ ആരംഭിച്ച് ചുടല വരെ തുടരേണ്ടതാണ്. ഞാനൊക്കെ ഈ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. ഇവരാണെങ്കിൽ ഞായറാഴ്ച പോലും പള്ളിയിൽ പോയി കാണുന്നില്ല. എന്നിട്ടും ഇവരൊക്കെ എത്ര സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഞാൻ അന്ന് പള്ളിയിൽ പോയത്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് കരഞ്ഞു വിളിച്ച് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലോ ആരെന്ന നിലയിലോ ഇത് പറയുന്നതിനകത്ത് എനിക്ക് അപമാനവും നാണക്കേടും ഒന്നുമില്ല. നമ്മളുടെ ഈ വർത്തമാന കാലത്തിൽ ഇപ്പോൾ ഞായറാഴ്ച ആചരണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചാവറയച്ചൻ്റെ ചാവരുളിനെ വിശകലനം ചെയ്യുമ്പോൾ ചാവറയച്ചൻ പറഞ്ഞ് ജ്ഞാന ശ്രവണത്തിന്, വചന വിചിന്തന ശ്രവണത്തിന് ഇന്ന് നമുക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. നമ്മുടെ നിരവധി ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ, ചാനലുകളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വചന വിചിന്തനങ്ങൾ പങ്കുവെച്ച് തരുമ്പം ഇത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പരിശീലിക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ധ്യാനം, പ്രസംഗം കേൾക്കാൻ പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് വളരെ നല്ല വിചിന്തനങ്ങൾ വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. സാറിനെന്ന് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഞായറാഴ്ച ആചരണത്തെ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ അനുഭവദായകമാക്കാൻ പറ്റുക? ഞായറാഴ്ചകളിൽ വചനം ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ ആത്മീയമായിട്ട് ഞായറാഴ്ചകൾ അഴിക്കുന്നതിനും നമുക്ക് ധാരാളം ഓപ്ഷൻസ് അല്ലെങ്കിൽ വേദികൾ ഇന്നുണ്ട്, അവസരങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും യഥാർത്ഥത്തിൽ ഈ ഞായറാഴ്ചകൾ എങ്ങനെ ആചരിക്കപ്പെടുന്നു? മാതാപിതാക്കളിലേക്ക് വരുന്നതിന് മുമ്പ്, കുടുംബങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞായറാഴ്ചകളിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും വിശ്വാസ പരിശീലനം നടത്തേണ്ട 12ാം ക്ലാസ്സിലെ കുട്ടികളെക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം. 11ലും 12ലും പഠിക്കുന്ന കുട്ടികൾ, അവർ ഞായറാഴ്ച വേദപാഠത്തിന് പകരം ഇപ്പോൾ ശനിയാഴ്ച വേദപാഠമാണ് ചെയ്യുക. കാരണം ഞായറാഴ്ചകളിൽ അവർക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എവിടെയൊക്കെയോ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ കുട്ടികളും പറയുന്നത് ഇതിൽ പേരൻസിൻ്റെ പ്രഷറുണ്ട് നല്ലതുപോലെ. ഈ ഭൗതിക താല്പര്യങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം മൂലം കുഞ്ഞുങ്ങളുടെ ഭൗതികമായ വളർച്ചയും യുക്തിപരമായ വളർച്ചയും അറിവിൻ്റെ മേഖലയിലുള്ള വളർച്ചയും ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ ആത്മീയ വളർച്ചയിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നു, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളത് ഇന്നൊരു പ്രായോഗിക പ്രശ്നമാണ്. ഇനി കുടുംബങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ തന്നെ സത്യത്തിൽ ഒരു ഞായറാഴ്ച കുർബാന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് പങ്കെടുക്കുകയല്ല കാണുക ചെയ്യുന്നത്, ഞായറാഴ്ച കുർബാന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറ്റൻഡ് ചെയ്യേണ്ട അനേകം പ്രോഗ്രാമുകളാണ്. കല്യാണമായി, വിരുന്നായി, ഫങ്ഷൻസായി, ബന്ധുവീട്ടിലെ സന്ദർശനമായി. അപ്പം എവിടെയൊക്കെയോ പേരൻസ് തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ആത്മീയതയില്ല, അവർ പിന്നോക്കം പോകുന്നു, എടുക്കുന്നു. അപ്പോഴും ഈ മാതാപിതാക്കന്മാർ കാട്ടിക്കൊടുക്കുന്ന മാതൃകയും മാതാപിതാക്കന്മാർ പ്രാധാന്യത്തോടു കൂടി ഉയർത്തിക്കാട്ടുന്ന വേദികളും ഒന്നും കുഞ്ഞുങ്ങളിൽ ഈ നല്ലൊരു വിശ്വാസ വളർച്ചയുടെ അന്തരീക്ഷത്തിന് ഉതകുന്ന ഞായറാഴ്ചകളല്ല നമ്മൾ മാതൃകളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കാട്ടിക്കൊടുക്കാതെ പറഞ്ഞു കൊടുക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതാണ് പ്രത്യക്ഷത്തിൽ പ്രായോഗിക ജീവിതത്തിൽ ഞാൻ കാണുന്ന ഒരു കാര്യം. സാറ് പറഞ്ഞതുമായിട്ട് അനുബന്ധമായിട്ട് എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ. ഒന്ന്, പലപ്പോഴും ഇങ്ങനെ വേദപാഠം പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ചിലരോടെങ്കിലുമൊക്കെ 12ലാണ് 10ലാണെന്നൊക്കെ പറയുമ്പോൾ ചില പ്രാർത്ഥനകൾ അറിയില്ല. കുമ്പസാരത്തിനൊരുക്കമായിട്ട് ജപം കുമ്പസാരിക്കാറുണ്ട്, പക്ഷേ കുമ്പസാരത്തിനൊരുക്കമായിട്ടുള്ള ജപം അറിയില്ല എന്ന് പറയാറുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത പരിശീലനം, എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ അവരെയും കൊണ്ട് പള്ളിയിൽ പോകുന്ന ആദ്യത്തെ ആ കാലം, 6 മാസമുള്ള കൈക്കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലത്ത് തൊട്ട് പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച 1-2 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ കുട്ടികളെ ഒരിക്കലും ഞാൻ പള്ളിയൊക്കെ ഓടി നടക്കാൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും എൻ്റെ കുട്ടി ഡിസിപ്ലിൻ ഇല്ലാതെ പള്ളിയിൽ നിന്നൊരു ഒരു പരാതി ഇന്നും ഉണ്ടായിട്ടില്ല. 2, വികാരിയച്ഛൻ ദശാംശ പിരിവിന് വരുന്ന സമയത്ത് ഈ കുഞ്ഞിനെ കൊണ്ട് പൈസ നേർച്ചയിടിയിക്കുന്ന ഒരു രീതി, ഇത് ചെറുതാണെന്ന് നമുക്ക് തോന്നിയാൽ പോലും വലിയ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. 3-മത്തെ ഒരു കാര്യം, ഏതാണ്ട് ഒരു 5 വയസ്സ് പ്രായമൊക്കെ ആയപ്പോഴേക്കും 2 പേരും ചെറിയ ചെറിയ പ്രാർത്ഥനകൾ അവരുടെ ഒരു ഇനീഷ്യേറ്റീവിൽ ചൊല്ലാൻ തുടങ്ങി. കർത്താവിൻ്റെ മാലാഖയും ഒക്കെ അവർ ഏറ്റെടുത്ത് ചൊല്ലാൻ തുടങ്ങി, നമ്മൾ അനുവദിക്കുകയും ചെയ്തു. അതുകൊണ്ട് കുട്ടികൾക്ക് നാക്കിന് തടസ്സമില്ലാതെ പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്നുണ്ട്. അവർക്ക് ആ പ്രാർത്ഥനകൾ മനഃപ്പാഠമാക്കുന്നുണ്ട്. ആദ്യ കുർബാനയ്ക്ക് വേണ്ടി പ്രത്യേകം പരിശീലിപ്പിക്കേണ്ടി വന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ ഞായറാഴ്ച ആചരണത്തിൻ്റെ ഒരു തലമെന്ന് പറയുന്നത് ഇത്തരം പ്രാർത്ഥനകൾ കാണാതെ പഠിക്കുകയും സഭയുടെ ഇത്തരം പ്രവർത്തനങ്ങളോട് കൂട്ടുചേരുകയും എന്നുള്ളതാണ്. ഇതൊരു വശം. എനിക്കൊരു ചെറിയ പുസ്തക ശേഖരമുണ്ട്.
അവധിക്കാലങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് എടുത്ത് വായിക്കാൻ പറയും. ഞാൻ വരുമ്പോൾ ചോദിക്കും വൈകിട്ട്, അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടണം, അതുകൊണ്ട് ഇത്ര പേജ് വായിച്ചിരിക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും അല്ലെങ്കിലും അത്യാവശ്യം 2-3 പുസ്തകമെങ്കിലും ഒരു വർഷം അവരെ കൊണ്ട് ഈ പാഠപുസ്തകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ വായിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പാഠങ്ങളിലൂടെ മാതാപിതാക്കൾക്ക് ഈ മക്കളിൽ ഒരുപാട് നന്മ കൊടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ബാല്യകാലത്തെ അനുഭവങ്ങളിൽ ഞങ്ങളുടെ അച്ചാച്ചൻ എല്ലാ ആഴ്ചയിലും ഞങ്ങളുടെ പുസ്തകം വായിക്കാനാണ് നിഷ്കർഷിക്കുമായിരുന്നു. ഞങ്ങളുടെ വീട് പ്രകാശം എന്ന് പറയുന്ന ഇടുക്കി രൂപതയിലെ ഒരു കുഞ്ഞു ഗ്രാമമാണ്. കിളിയാർകണ്ടം ഇടവകയാണ് ഞങ്ങളുടെ ഇടവക. അപ്പോൾ ഈ പ്രകാശം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രഭാത് പബ്ലിക് ലൈബ്രറി ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ വല്യപ്പനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ലൈബ്രറിയിലേക്കുള്ളൊരു മെമ്പർഷിപ്പ്, വല്യപ്പൻ്റെ മെമ്പർഷിപ്പാണ് ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അന്ന് ഈ 5 രൂപയുടെ മെമ്പർഷിപ്പ് ലോട്ടറി അടിച്ചതുപോലെ കിട്ടി. ഞങ്ങൾ ലൈബ്രറിയിൽ ചെന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരുമായിരുന്നു. അപ്പം അച്ചാച്ചൻ കൃത്യമായിട്ട് ഞങ്ങൾക്ക് നിഷ്കർഷ തന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് താല്പര്യമെന്ന് വായിക്കാൻ നോവലുകളും ചെറുകഥകളും ഒക്കെയാണ്. അതേസമയത്ത് ഒരു നാടകം അല്ലെങ്കിൽ ഒരു യാത്രാവിവരണം, ഒരു ശാസ്ത്ര പുസ്തകം, അതല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ, ഇങ്ങനെ ഓരോന്നും മാറി മാറി വായിക്കണം എന്ന് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് അച്ചാച്ചൻ പറഞ്ഞു തന്നിരുന്നു. അത് ആ കാലഘട്ടങ്ങളിൽ നന്നായിട്ട് വായിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞായറാഴ്ചകളിൽ നമ്മുടെ വീടുകളിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇന്ന് മൊബൈലും മറ്റ് കമ്പ്യൂട്ടറും എല്ലാം വീടുകളിലും തന്നെ ഉള്ള ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് പുസ്തക വായന എന്തുമാത്രം പ്രാപ്യമാണ്. ഇന്ന് മൊബൈലിൽ തന്നെ ബൈബിൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബൈബിളാണോ വായിക്കുന്നത്, മറ്റെന്തെങ്കിലുമാണോ മൊബൈലിൽ നോക്കുന്നത് എന്ന് നമുക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല. ആപ്പ് ധാരാളമുണ്ട്. ജപമാലയുടെ ആപ്പുണ്ട്, ഒത്തിരി ഭക്ത പ്രാർത്ഥനകളുടെ ആപ്പ് മൊബൈലിലുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആപ്പുകളാണ് കുട്ടികൾ ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ആപ്പ് കിട്ടുന്നത്. ഇത് അങ്ങനെയുള്ള പരിപാടിയല്ല എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അതായത് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്നുള്ളത് മാതാപിതാക്കളുടെ ഒരു നിയന്ത്രണത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഇക്കാലത്തും സാധിക്കുന്നു എന്നാണ് ജോയി മാത്യു സാറ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വായന എന്ന് പറയുന്നത് മൊബൈലിലെ പുസ്തക വായന മോശമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനേക്കാൾ നല്ലത് പുസ്തകം കൈകൊണ്ടെടുക്കാൻ മക്കൾക്ക് കഴിയണം. ഇവിടെ അധ്യാപകരൊക്കെ ഇരിപ്പുണ്ടല്ലോ, പുസ്തകം കൈകൊണ്ടെടുക്കണം. പുസ്തകം കൈകൊണ്ടെടുത്ത് അക്ഷരങ്ങൾ കണ്ട് വായിക്കണം, തുറന്ന് വായിക്കണം. അപ്പോഴാണ് അക്ഷരങ്ങളോടുള്ള ഒരു സ്നേഹം നമ്മുടെ മക്കളിൽ വളരുന്നത്. പണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചെറിയ ചെറിയ പുസ്തക ശേഖരങ്ങളുണ്ടായിരുന്നു. ഹോം ലൈബ്രറി എന്നൊക്കെ പറയുന്ന പുസ്തക ശേഖരങ്ങളുണ്ട്. ഇന്നിപ്പോൾ നമ്മളുടെ പാഠ്യപദ്ധതിയോട് ബന്ധപ്പെട്ട് തന്നെ വായനാമൂലകളൊക്കെ നമ്മളുടെ ക്ലാസ് മുറികളിലുണ്ട്. പക്ഷേ വീട്ടിൽ നമുക്കങ്ങനെ ഒരു വായനാമൂല ഉണ്ടാവുക, അതാണ് ചാവറയച്ചൻ സൂചിപ്പിച്ചത്. ഇത് 150 വർഷം മുമ്പ് ചാവറയച്ചൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ വീട്ടിലും ഒരു വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ ഉൾപ്പെടുന്ന പ്രാർത്ഥനകൾ ഉൾപ്പെടുന്ന ആത്മീയ ഗ്രന്ഥശേഖരം, ഒരു ഭവന ലൈബ്രറി, പുസ്തക ശേഖരം ഓരോ വീട്ടിലും ഉണ്ടാകണം എന്ന് ചാവറയച്ചൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് ഈ പുസ്തക ശേഖരങ്ങൾ ഇങ്ങനെ നമ്മുടെ വീടുകളിലുണ്ടോ? ഇങ്ങനെയുള്ള പുസ്തക ശേഖരങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ മക്കൾ എത്ര എണ്ണം വായിച്ചിട്ടുണ്ട്? പലപ്പോഴും പുസ്തകങ്ങൾ നമ്മൾ വളരെ അടുക്കി കൊണ്ടുപോയി വയ്ക്കും. പക്ഷേ പുസ്തകങ്ങൾ തുറന്ന് വായിക്കാൻ, എന്നെ ഒന്ന് തൊടാവോ എന്ന് ചോദിച്ചുകൊണ്ട് പുസ്തകങ്ങൾ ഇങ്ങനെ നമ്മുടെയൊക്കെ ശേഖരങ്ങളിൽ ഇങ്ങനെ മരവിച്ച് ഇരിപ്പുണ്ട്. പക്ഷേ അതൊന്നും ആരും തുറന്നു നോക്കുന്നതായിട്ട് പലപ്പോഴും കാണാറില്ല. നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് അച്ഛൻ ഈ കാറ്റഗിസം കുട്ടികൾക്കും നമ്മുടെ ഭവനങ്ങളിലൊക്കെ പുസ്തക വായനയെ പ്രചോദിപ്പിക്കാൻ കഴിയും? വിശ്വാസ പരിശീലനത്തിൽ വായന ഒരു ഘടകമാണ്. ഇപ്പോൾ ചാവർ പിതാവ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ഞായറാഴ്ച ആചരണത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയൊരു സൗധം പണിതുയർത്താൻ പറ്റും. ചാവറയച്ചൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും അവഗണിച്ച് കളയുന്നതും ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ ചെറിയ കാര്യങ്ങളിൽ ഒരു വലിയ തമ്പുരാൻ്റെ പദ്ധതി ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഉദാഹരണത്തിന്, ഞാൻ വിമലഗിരി ഇടവകയാണ്. 450ഓളം വരുന്ന ഇടവക സമൂഹമുണ്ട്. 350ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഒരു കൊച്ചു കാര്യം, ഇത് ആ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല, എല്ലായിടത്തും നമുക്ക് പരിശീലിപ്പിക്കാവുന്ന കുഞ്ഞു കാര്യങ്ങളിലൂടെ കിട്ടുന്ന നന്മകൾക്ക് പ്രചോദനമാകാൻ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കുട്ടികളോടും നിർബന്ധപൂർവ്വം നമ്മൾ പറയുന്നു, ചാവർ പിതാവ് തന്നെ പറഞ്ഞിട്ടുള്ള പിരിവ്.
ഇന്ന് നമുക്ക് പിടിയരി അങ്ങനെ കൊണ്ടുവന്നിട്ട് പള്ളി പണിയേണ്ട, പള്ളിക്കൂടം പണിയേണ്ട പൈസ ചോദിച്ചാൽ കിട്ടും. പക്ഷേ നിർബന്ധപൂർവ്വം അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, ഞായറാഴ്ച വരുമ്പോൾ നിങ്ങളുടെ ബാഗിൽ ഒരു പിടി അരി കൊണ്ടുവന്നിരിക്കണം. അത് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരാഴ്ച, നമുക്കിന്ന് ഭക്ഷണത്തിൻ്റെ കുറവിനേക്കാൾ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ടുള്ള കുഴപ്പമേ ഇന്ന് കൂടുതലുള്ളൂ. ഭക്ഷണം നമ്മൾ കളയാതെ സൂക്ഷിച്ചു ഭക്ഷിച്ചാൽ, ഒരാഴ്ച സൂക്ഷിച്ച് ഭക്ഷിച്ചാൽ, വെറുതെ കൊണ്ട് കമത്തി കളയുന്ന ചോറ് കളയാതിരുന്നാൽ ഒരാഴ്ച നമുക്കൊരു പിടി മിച്ചമെങ്കിൽ അരി സൂക്ഷിക്കാൻ വരും. അപ്പോൾ ആ അരി പൈസയായിട്ടല്ല, അരിയായിട്ട് തന്നെ കൊണ്ടുവരണം. മാതാപിതാക്കന്മാരത് കൃത്യം ഓർമ്മിപ്പിച്ച് വിടണമെന്ന് നമ്മൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. കാരണം ഇതാണ്, ഒരു പിടി അരി കൊണ്ടുവരുമ്പോൾ വിശക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ, ഞായറാഴ്ച രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കണം, ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് എന്ന്. നമ്മുടെ വിശപ്പ് മാറ്റുമ്പോൾ, വിശപ്പ് ശമിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന അനേകം പേരെക്കുറിച്ച് ചിന്തിച്ചിട്ട് നന്ദിയോടെ ദൈവത്തിന് മുമ്പിൽ കിട്ടിയ ഭക്ഷണത്തിന് നന്ദി പറയാനും, ഇല്ലാത്തവർക്ക് വേണ്ടി പുണ്യം ചെയ്യാൻ വേണ്ടി ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കണം എന്നറിയാൻ വേണ്ടി അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് അത് ശേഖരിച്ച് ഇപ്പോൾ ബെത്ലഹേം കാരിത്താസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രോജക്റ്റ് വഴി, രൂപതയുടെ തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം വഴി എല്ലാ ദിവസവും ജില്ലാ ആശുപത്രിയിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ ഒരു ദിവസം മുടങ്ങിയാൽ ഒരാൾക്ക്, പാത്രം കൊണ്ട് വരുന്ന ഒരാൾക്ക് കഞ്ഞി കൊടുക്കാൻ കാണില്ല, അതുകൊണ്ട് മറക്കരുത് എന്ന് പറയാറുണ്ട്. മാതാപിതാക്കന്മാരോട് പറയും, ഈ കുഞ്ഞുങ്ങൾ ഈ അരി കൊടുക്കുന്ന കാര്യം നിങ്ങൾ മറന്നുപോയാൽ പ്രായമാകുമ്പോൾ നിങ്ങൾക്കും ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൊടുക്കാൻ കൂടി ശീലിക്കുന്നത് വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു പ്രായോഗിക വശമായിട്ട് നമ്മൾ കണക്കാക്കണം. അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ മാതാപിതാക്കന്മാരുടെ ശ്രദ്ധ, ഞാൻ പറയുന്നത് വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് മാത്രമല്ല, ഞായറാഴ്ച ആചരണത്തിൽ ഇവരെ ശ്രദ്ധിക്കുന്നത് വഴി രൂപാന്തരീകരിക്കപ്പെടേണ്ട ഒരു മാതാപിതാക്കന്മാർ കൂടെയുണ്ട്. കാരണം അവരെ അവിടെ കൊണ്ടുപോയി വണ്ടിക്ക് കൊണ്ട് വിട്ട് സമയമാകുമ്പോൾ വണ്ടിക്ക് കയറ്റി വീട്ടിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് വിശ്വാസ പരിശീലനമോ വിശ്വാസത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള കൈമാറ്റം ചെയ്യലോ ആകുന്നില്ലല്ലോ. അവിടെ വിജയകരമായി ചെയ്ത മറ്റൊരു കാര്യം, വിജയജ്യോതി എന്ന് പറഞ്ഞൊരു കാർഡ് ഓരോ കുട്ടിക്കും വേണ്ടി സജ്ജമാക്കി. ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ചാവറപിതാവ് പറയുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് ബുദ്ധിയുടെ കാര്യമുണ്ട്, വായനയുടെ കാര്യമുണ്ട്, പരിശീലനത്തിൻ്റെ കാര്യമുണ്ട്. ഇങ്ങനെ നാനാവിധമായിട്ടുള്ള കാര്യങ്ങളെ മാതാപിതാക്കന്മാർ കൃത്യമായി ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവരെ പുറകെ നടന്ന് അടിയിൽ വരയിടുക എന്നുള്ളതല്ല, മറിച്ച് മാതാപിതാക്കന്മാരുടെ കൺവെട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിശുദ്ധീകരിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യണം. അപ്പോൾ മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നു, കുഞ്ഞ് ഇന്ന് അവൻ്റെ സംഭാഷണം എങ്ങനെയുണ്ടായിരുന്നു, അതിന് ഏത് ഗ്രേഡ് കൊടുക്കാൻ പറ്റും, എപ്പോഴാണ് ഉണർന്നത്, എപ്പോഴാണ് കിടന്നത്, ഏത് പുസ്തകമാണ് ഇന്ന് വായിച്ചത്, ഇന്ന് വായിച്ചോ, പത്രം വായിച്ചത് ഉൾപ്പെടെ, ജ്ഞാനവായനയ്ക്കൊരു സമയം, രോഗീ സന്ദർശനത്തിനൊരു സമയം, സുഹൃത പ്രാർത്ഥനകൾ ചൊല്ലിയോ, ഇങ്ങനെ ഒരു തിരിച്ചിട്ട് 10-25 കൂട്ടം കാര്യങ്ങളെ കൊണ്ട് തിരിച്ചിട്ട് എല്ലാ ദിവസവും 31 ദിവസവും മാത്രമാണോ ഇടുക്കി രൂപതയിൽ മുഴുവൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും മാതാപിതാക്കൾ പൂരിപ്പിക്കണം, ഒരു മാസം എല്ലാ ദിവസവും പൂരിപ്പിക്കണം. 31 ദിവസവും പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു കാർഡാണ്. അതിൽ ഇത്രയും കാര്യങ്ങൾ മാതാപിതാക്കന്മാർ അന്ന് വൈകുന്നേരം അതാത് ദിവസം, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല, രാവിലെ എഴുന്നേറ്റ സമയം തീരുമാനിക്കണം, എഴുന്നേറ്റ സമയം എഴുതണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരുമിച്ചൊരു ചർച്ചയോടുകൂടി അവർ ചെയ്യുന്നുണ്ട്. അതിലാണ് ഞാൻ പറഞ്ഞത്, മാതാപിതാക്കന്മാരുടെ ശ്രദ്ധ കൂടാതെ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വഴിയില്ല. മാതാപിതാക്കന്മാർ തയ്യാറാകുന്നിടത്ത്, വൈദികർ സഹകരിക്കുന്നിടത്ത്, മതാധ്യാപകർ കാവലാകുന്നിടത്ത് ഇത് വളരെ വിജയപ്രദമായി നടപ്പാക്കുന്നു. ചില അമ്മമാർ പറയുന്നു, ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേറ്റ് പള്ളി പോകാൻ ഉത്സാഹം കാണിക്കുന്നു, പ്രായമായ അപ്പച്ചൻ്റെ അടുത്ത് പോയാൽ ഈ കാർഡിനകത്ത് രേഖപ്പെടുത്താവോ എന്ന് ചോദിച്ചിട്ട് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും സന്ദർശനത്തിന് പോകുന്നു. അപ്പോൾ ചില ശീലങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കാര്യം. അതെ, ലക്ഷ്യം കുട്ടിയെ നന്നാക്കുക എന്നുള്ളതല്ലായിരുന്നു ശരിക്കും. കുട്ടിയെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. ഈ കൊച്ച് 5:30 എഴുന്നേറ്റോ എന്ന് അറിയണമെങ്കിൽ അപ്പനും 5:30 എഴുന്നേൽക്കണമല്ലോ. എഴുന്നേറ്റ സമയം രേഖപ്പെടുത്തണമെങ്കിൽ 7 മണിക്ക് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തോന്ന് അറിയണമെങ്കിൽ ആ സമയത്ത് അപ്പനും വീട്ടിലുണ്ടാകണമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കുടുംബം മൊത്തമേ ഈ പറഞ്ഞ ചിട്ടയിലും ക്രമത്തിലും ട്രാക്കിലും വരികയാണ്. അതിനകത്ത് വായിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ വായിച്ച് എഴുതാനുണ്ട്, അനുസരണം കാണിച്ചെങ്കിൽ അതുണ്ട്, വൃദ്ധ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചെങ്കിൽ അതുണ്ട്, വീട്ടുജോലികളിൽ സഹായിച്ചെങ്കിൽ അതുണ്ട്. അങ്ങനെ 22 കൂട്ടത്തോളം കാര്യങ്ങളാണ് അതിനകത്ത് എല്ലാ ദിവസവും ഗ്രേഡായും അല്ലാതെയും രേഖപ്പെടുത്തും. അത് ചാവറുള്ളിനെ അടിസ്ഥാനമാക്കി അച്ഛൻ ചെയ്തിട്ടുള്ള ഒരു കാർഡാണ് അല്ലേ? ഇതിനോടനുബന്ധമായിട്ട് പറയാനുള്ള എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവമാണ്. ഇവിടെ അങ്കമാലി ഭാഗത്ത് ഒരു സ്കൂളിൽ, എയ്ഡഡ് സ്കൂളാണ്, എയ്ഡഡ് സ്കൂളിൽ ഞാൻ സ്കൂളിൽ PTA പോയതാണ്. അപ്പോൾ മാതാപിതാക്കന്മാരുടെ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഇതിനെന്ത് പരിഹാരമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും.
എന്ന് പറഞ്ഞ് ഞങ്ങളൊരു 1 ഡേ സിമ്പോസിയം 1 ഡേ വർക്ക്ഷോപ്പ് നടത്തി പേരൻസിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒടുവിൽ പേരൻസ് തന്നെ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അനുദിനം ഞങ്ങളവരെ അനുനിമിഷം ഫോളോ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, എന്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കിത് തലേവർഷം ഞങ്ങൾ ഇടുക്കി രൂപത്തിൽ ചെയ്തറിയാം. ഞാൻ അന്നേരം തന്നെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനോട് അനുവാദം ചോദിച്ചു. അച്ഛൻ ഇങ്ങനൊരു സ്കൂളിൽ ഞാൻ പോയിരുന്നു, അപ്പം നമ്മൾ ചെയ്ത പ്രൊജക്റ്റിനെ ഞാൻ ഒന്നെടുത്ത് മോഡിഫൈ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ അച്ഛൻ പറഞ്ഞ സന്തോഷമുള്ളൂ സാറേ, എടുത്തോ എന്ന് പറഞ്ഞിട്ട് അത് ബേസായിട്ട് എടുത്തിട്ട് അതിൽ ഞാൻ അഡീഷണൽ ഒരു 10-12 പോയിൻ്റ് കൂടെ കൂട്ടിച്ചേർത്തിട്ട് പേരൻസിന് വേണ്ടിയിട്ട് ഇത് എല്ലാ കുട്ടികൾക്കും വേണ്ടി കൊടുത്തു. അപ്പം 30 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. അത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ വീണ്ടും 30 ദിവസം തുടരുക, ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ വീണ്ടും തുടരണം. എന്തായാലും കണ്ടിന്യൂസ്ലി 90 ഡേയ്സ് നമ്മൾ ഒരു ക്രമം വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എ പാർട്ട് ഓഫ് ദ ക്യാരക്ടർ. അതെ, നമ്മുടെ ശീലങ്ങളുടെ ഭാഗമാകും. ഇത് നന്നായി അത് UP സ്കൂളായിരുന്നു, ചെറിയ കുട്ടികളായിരുന്നുകൊണ്ട് നല്ല രീതിയിൽ പേരൻസിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി. പേരൻസ് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു. അതിൽ ഒന്ന്, ആ പഞ്ചായത്തിലെ ഏറ്റവും ബെസ്റ്റ് PTA പ്രൊജക്റ്റ് ആയിട്ടുള്ള അവാർഡ് അതിന് കിട്ടി. ഒന്ന്. വെരി ഗുഡ്. 2, ആ സ്കൂളിൽ സാധാരണ എയ്ഡഡ് സ്കൂളുകളിലേക്ക് ഇന്ന് കുഞ്ഞുങ്ങളെ ആരും കൊണ്ടുവരാറില്ല, പക്ഷേ കഴിഞ്ഞ വർഷം 64 അഡ്മിഷനാണ് പുതുതായിട്ട് കിട്ടിയത്. സോ ഇത് കേവലം ഒരു ക്രൈസ്തവ മേഖലയിലെ നമ്മുടെ ഒരു ഇതിൽ മാത്രമല്ല, എല്ലാവർക്കും എല്ലാ കുടുംബങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഇതൊരു വളരെ നല്ല ഒരു യെസ് വലിയൊരു ബേസ് നമുക്ക് അവിടെ ഉണ്ട്. അവിടെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു നല്ല കാര്യമാണ്. അതായത് ഏത് കുടുംബങ്ങൾക്ക്, ജാതിഭേദമന്യേ എല്ലാ കുടുംബങ്ങൾക്കും ഉപയോഗിക്കാവുന്ന മൂല്യങ്ങളാണ് ചാവറപ്പിതാവ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഞായറാഴ്ച ഈ രോഗി പരിചരണം, രോഗി ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു മേഖല ഇന്ന് ഒരുപക്ഷെ നമ്മളുടെ അൽമായ സംഘടനകൾ വളരെ സമൃദ്ധമായിട്ട്, അത് പ്രത്യേകിച്ചും വിൻസെൻ്റ് ഡി പോൾ പോലുള്ള സംഘടനകൾ, പിന്നെ വ്യക്തിപരമായി തന്നെ ഒട്ടനവധി അൽമായ സുഹൃത്തുക്കൾ ഈ ഒരു ആതുര ശുശ്രൂഷ രംഗം വളരെ ശക്തമായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മളുടെ ഒരു വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു മുഖം അത് ആതുര ശുശ്രൂഷയുടെ മുഖമാണ്. കത്തോലിക്ക സ്ഥാപനങ്ങളാണ് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ രോഗികളെ പരിചരിക്കുന്നതും ആതുര മേഖലയിൽ അല്ലെങ്കിൽ ആതുരരായിട്ടുള്ള ആളുകളെ, വൃദ്ധരായിട്ടുള്ള ആളുകളെ, കുഞ്ഞുങ്ങളെ, അഗതി മന്ദിരങ്ങൾ, വൃദ്ധമാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഏജ് ഓൾഡ് ഹോംസ്, ഇതെല്ലാം കേരളത്തിൽ നമുക്ക് പിന്നെ അതൊരു കൾച്ചറായിട്ട് അത് വന്നിട്ടുണ്ട്. വികസിപ്പിച്ച് കൊണ്ടുവന്നതിൽ നമ്മുടെ കത്തോലിക്ക സഭ വളരെ പ്രധാനപ്പെട്ട. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു സഭയുടെ പിന്തുടർച്ച നമ്മളുടെ ഈ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. എനിക്ക് എന്ത് തോന്നുന്നു, അങ്ങനെ ഞായറാഴ്ചകളിൽ ഇപ്പോൾ ഏത് സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത്? ഞങ്ങളുടെ ഇടവക കുർബാന കഴിഞ്ഞ്, ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞ് ഞാൻ വിൻസെൻ്റ് പോളിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പം എല്ലാവരെയും വിളിച്ചു കൂട്ടി, ഒരു 10-15 പേരേ ഉള്ളൂ. എല്ലാവരോടും വിളിച്ചു കൂട്ടി ഞങ്ങൾ മീറ്റിംഗ് നടത്തും. അപ്പോൾ ആ മീറ്റിങ്ങിൽ ആദരെടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ ചെറിയ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾക്ക് വേറൊരു ശുശ്രൂഷയുണ്ട്, ശവസംസ്കാര ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്നുവെച്ചാൽ ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ബന്ധപ്പെടുത്തി എല്ലാ മാസവും 50 രൂപ കൊടുത്ത് അവരെല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ട് ഒരു ആളെന്ന് ഉള്ള ഭേദമില്ലാതെ എല്ലാ വീട്ടിലും ആ ദിവസം ആരെങ്കിലും മരണപ്പെട്ടാൽ ആ ദിവസം ആരും അറിയാതെ ഒരു 7500 രൂപ ഞങ്ങൾ കൊണ്ടു കൊടുക്കും. അവർക്ക് വളരെ രഹസ്യമായിട്ട് കൊടുക്കുക. അപ്പോൾ അവരുടെ എത്ര ടൈറ്റുള്ള സമയമാണെങ്കിലും അന്നത്തെ ദിവസത്തെ ഒരു കാര്യത്തിന് ഉതകുന്ന രീതിയിൽ ആ പണം ഉപയോഗിക്കാവുന്ന രീതിയിൽ, ഇനി അതിൽ കവിഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മളല്ലാതെ കൊടുക്കും. അപ്പോൾ അത് കൊടുക്കാൻ കഴിയുന്ന, അത് ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് മനസ്സുണ്ടെങ്കിൽ ശുശ്രൂഷയിൽ ഏറെ ശുശ്രൂഷകൾ നമ്മുടെ ഇടവകയിലുണ്ട്. ഈ ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കാൻ പറ്റും. അവിടെ പോയിട്ട് അതിന് സമയവും കണ്ടെത്താം. അപ്പം അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പം നമുക്കൊരു പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, അത് കുരാച്ചുണ്ടില്ല. അപ്പം ഈ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഞായറാഴ്ച ഇവരുടെ ഇടവകയിൽ വിൻസെൻ്റ് ഡി പോളിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ ഞായറാഴ്ച ആചരണത്തിനൊരു തുടർച്ചയുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. പാവങ്ങളെ സഹായിക്കാനായിട്ടുള്ള ഒരു വികാരം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നു. എനിക്ക് തോന്നുന്നത് ലളിതമായ ഒരു തിയോളജി, വളരെ ലളിതമായ ഒരു ദൈവശാസ്ത്രം കൊണ്ട് നമുക്കിതിനെ കുറെ കൂടി മനോഹരമാക്കാൻ കഴിയും. ഈ ദശാംശം കൊടുക്കുക എന്നൊരു സങ്കല്പമുണ്ടല്ലോ, അതെ, അത് നമ്മുടെ കയ്യിൽ വരുന്ന പണത്തിൻ്റെ ദശാംശം മാത്രമല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ദശാംശം,
പാടാൻ കഴിവുള്ളവന് പാട്ടിൻ്റെ ദശാംശം, പ്രസംഗിക്കാൻ കഴിയുന്നവന് അതിൻ്റെ ദശാംശം, വരയ്ക്കാനും എഴുതാനും കഴിയുന്നവന് അതിൻ്റെ ദശാംശം, അതും കൂടി ഈ സഭാ ശുശ്രൂഷയിലേക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്നത്, ചിലപ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഈ ഒരു ദശാംശം കൊടുക്കലാണ്, പണമായിട്ട് മാത്രമല്ല. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ദശാംശത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ രോഗി സന്ദർശനവും ഈ പറയുന്ന ജ്ഞാനവായനയും ഒക്കെ എന്ന് പറയുന്നത്. സാറിന് ചില കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അതിലൊന്ന്, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പം ഞങ്ങളുടെ രൂപതയിൽ കാറ്റഗിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അവിടെ കുടുംബങ്ങളെ, ഇടവകയിലെ കുടുംബങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത്, ജാതിമത ഭേദമന്യേ നീഡി ആയിട്ടുള്ള കുടുംബങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് സപ്പോർട്ട് കുട്ടികൾ തന്നെ കൊടുക്കുന്നു. പക്ഷെ ഞാൻ കണ്ട ഒരു ചലഞ്ച് എന്താണെന്ന് അറിയാമോ? ഇത് വിൻസെന്റ് പോൾ പോലുള്ള സംഘടനകളോട് ഇത് ചെയ്യുമ്പോൾ ഇത് പ്രായമായവരുടെ മാത്രം ഒരു ആക്ടിവിറ്റി പോലെ മാറ്റി നിർത്തപ്പെടുന്നു. അത് മാറിയിട്ട് ഈ കുട്ടികളുടെ പേരൻസ് തന്നെ ഇതിന് മുൻകൈ എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, അതിന് അവർ താല്പര്യം കാണിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങൾ പേരൻസിനെ കണ്ട് മോട്ടിവേറ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ വരുന്നൊരു തെറ്റിദ്ധാരണ, പ്രായമായി കഴിയുമ്പോൾ ഞാനും ഇതുപോലെ വേറൊന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഞാനും ഇതൊക്കെ ചെയ്തോളാം. പക്ഷെ സാറ് പറഞ്ഞതുപോലെ എനിക്ക് ഈ സമയവും കഴിവും ഉള്ള സമയത്ത് തന്നെ എൻ്റെ സമയത്തിൻ്റെ ദശാംശം, എൻ്റെ കഴിവിൻ്റെ ദശാംശം നല്ലൊരു കൺസെപ്റ്റാണ്. അതിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സാറ് എറണാകുളം അതിരൂപതയിലുണ്ട് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എന്താണ്? അത് 12ാം ക്ലാസ്സിലെ കുട്ടികൾ ഇടവകയിൽ നീഡി ആയിട്ടുള്ള കുടുംബങ്ങളെ കണ്ടുപിടിക്കുന്നു. അത് 20 കുട്ടികൾ കൂടുന്ന ഗ്രൂപ്പ് ഒരു കുടുംബത്തെ കണ്ടുപിടിച്ചിട്ട് അവർ തനിയെ ചില കോൺട്രിബ്യൂഷനും ഫിനാൻഷ്യലായിട്ടുള്ള സഹായങ്ങളും ഇടവകയ്ക്കുള്ളിൽ തന്നെ ക്രിസ്ത്യൻ ഫാമിലി വേണമെന്നില്ല. അതായത് നാനാജാതി മതസ്ഥരായിട്ടുള്ളവരിൽ നിന്ന് ആവശ്യമുള്ള മനുഷ്യരെ കണ്ടെത്തുന്നു. കാരണം മനുഷ്യന്റെ ദുരവസ്ഥയ്ക്ക് പിന്നെ ജാതി ഭേദങ്ങളില്ല. എന്നിട്ട് അവരിത് ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ ചർച്ച ചെയ്ത കാര്യമാണ്, റെപ്രസെൻറ്റേറ്റീവ്സ് പോയിട്ട് വന്നിട്ട് അവർക്ക് പണത്തിൻ്റെ മാത്രമല്ല, സത്യത്തിൽ അവിടെ ഞങ്ങൾ ചെന്നിട്ട് ആ ചേച്ചിക്ക് പറഞ്ഞിട്ടും തീരുന്നുണ്ടായില്ല. അപ്പം നമ്മൾ അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് കൂടെ കൊടുക്കണം. കാത്തിരിക്കുകയാണ്. അപ്പോൾ 12ാം ക്ലാസ്സിലെ ഒരു കുട്ടി വന്നിട്ട് അത് പറയുമ്പം എത്രത്തോളം അവർ ഒബ്സർവ് ചെയ്തു, അവരത് ടച്ച് ചെയ്തു, അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുക. അപ്പം ഞാൻ പറയുന്നത്, മാതാപിതാക്കന്മാർ ഇത് കൊടുക്കുന്ന ഒരു മേഖലയാണെങ്കിൽ കുട്ടികളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം, അതിലുപരി അവരത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ സാറിൻ്റെ അനുഭവത്തിലും സാറ് പറയുന്നത് ഈ ഭവന സന്ദർശനം എന്ന് പറയുന്നത് ബന്ധുവീട് സന്ദർശനം മാത്രമല്ല, സ്വന്തം ഇടവക പരിധിയിലുള്ള നാനാജാതി മതസ്ഥരായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ഈ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും കൂടി പോകുവാനുള്ളൊരു സമയമായിട്ട് കൂടി ഞായറാഴ്ചത്തെ സമയത്തെ നമ്മൾ മാറ്റിയെടുക്കണം എന്നുള്ളൊരാശയമാണ് പറയുന്നത്. അതിൻ്റെ പ്രായോഗികമായ മറ്റു തലങ്ങൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഇതിൽ കുട്ടികൾ അവർ പറഞ്ഞിരിക്കുന്നത്, ഇനിയിപ്പം എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ ഈ കുടുംബങ്ങളെ പ്രത്യേകമായി പരിഗണിച്ച് അവർക്ക് ആ വിശേഷ ദിവസത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് അത് കൊടുക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞത്, ഇത് കേവലം അവർ എന്നോട് ചോദിച്ചൊരു കാര്യം, സാറേ നമുക്ക് എന്തെങ്കിലും കൊച്ചു ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ പോയി ആഘോഷിച്ചാലോ. എത്രയോ മനോഹരമായ. സാധാരണ അനാഥ മന്ദിരങ്ങളിലൊക്കെയാണ് സാധാരണ ബർത്ത്ഡേ പരിപാടിക്ക് പോകുന്നത്. സമാനമായിട്ടുള്ള ഒരു അനുഭവം ഞാൻ യുവജന ശുശ്രൂഷയിലായിരുന്ന ഒരു 15-18 വർഷം മുമ്പത്തെ ഒരു അനുഭവമാണ്. ഒരു യുവജന ദിനത്തിന് ഞങ്ങളൊരു 12ഓളം ചെറുപ്പക്കാർ കുറച്ച് അരിയും പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഈ ഭിക്ഷാടകരായിട്ടുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിൽ പോയി. അപ്പോൾ അവിടെ അവർക്ക് മുറികളൊന്നുമില്ല, ഒരു ഹാളിൽ ഗ്രില്ലൊക്കെ ഇട്ട് അവരെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെയും കൂടി അവരുടെ കൂടെ കയറ്റിവിട്ട് ഗ്രില്ലങ്ങ് അടച്ചു. അപ്പോൾ ഈ മനുഷ്യർ വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, കഥ പറയുന്നു, ചിരിക്കുന്നവരും കരയുന്നവരും അതിനകത്തുണ്ട്, പ്രസംഗം പറയുന്നവരുണ്ട്. ഉച്ചഭക്ഷണം വരെ ഞങ്ങൾ അവരുടെ കൂടെ ചിലവഴിക്കുന്നു. ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ ആ 15 പേർക്ക് മാത്രമുള്ള പാത്രത്തിൽ ഭക്ഷണം വിളമ്പി അകത്തേക്ക് തന്നു. അപ്പം ഞങ്ങൾക്കുള്ള ഭക്ഷണം വരുന്നത് നോക്കി ഞങ്ങളിരിക്കുകയാണ്. പക്ഷേ ഈ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേറെ ഭക്ഷണമില്ല, ഇവരുടെ കൂടെ കഴിച്ചോളൂ. അപ്പോൾ ഈ തെരുവിൽ അലഞ്ഞു നടക്കുന്ന വളരെ നികൃഷ്ടരെന്നൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ള ഈ പാവ മനുഷ്യർ, ദൈവത്തിൻ്റെ മനുഷ്യർ, മദർ തെരേസ പറയുന്ന പോലെ, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും ഒരു 3 മണി സമയം വരെ അവരോടൊക്കെ ചിലവിട്ടിട്ടാണ് ആ യുവജന ദിനം ഞങ്ങളുടെ അവസാനിക്കുന്നത്. അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഞങ്ങളുടെ കൂടെ കരയാത്ത ആരും ഉണ്ടായിരുന്നില്ല. കാരണം വീട്ടിലെ ഭക്ഷണത്തിൻ്റെ പേരിൽ നമ്മൾ കുറ്റം പറയുന്നു, അല്ലെ ഉപ്പ് കൂടിയാൽ കുറ്റം പറയുന്നു. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഈ കൺസെപ്റ്റുകളെല്ലാം അട്ടിമറിക്കപ്പെട്ടു. ഒരു ജീവിതകാലത്ത് കിട്ടാവുന്ന കാറ്റഗിസത്തിലെ ഏറ്റവും വലിയ കാറ്റഗിസമാണത്. നമ്മുടെ അത്തരം പരിശീലനങ്ങൾ, ഈ റീച്ച് ഔട്ട് എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ വേദപാഠത്തിൻ്റെ സിലബസ് ഒക്കെ വിട്ട് അതിനും പുറമെ ഇത്തരം സന്ദർശനങ്ങളും ഇത്തരം കൂടിയിരുന്നുള്ള ഭക്ഷണം കഴിക്കലുകളും ഭിക്ഷാടക ശുശ്രൂഷകളിലേക്കൊക്കെ പോകണം.
അവസരങ്ങളില്ലാതെയൊന്നുമല്ല. ഇഷ്ടംപോലെ ആൾക്കാർ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ഇഷ്ടംപോലെ നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുപോകാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മതാധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ മാറി നിൽക്കാൻ കഴിയില്ല. ചാവറ പിതാവ് പറഞ്ഞ ചാവരുളിലെ ഞായറാഴ്ച ആചരണത്തിൻ്റെ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു വശം നമ്മൾ മനസ്സിലാക്കിയാൽ സൺഡേ സ്കൂളിലൂടെയും പുറമേയുള്ള പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം നടക്കുന്ന വിശ്വാസത്തിൻ്റെ കൈമാറ്റമാണ്. വിശ്വാസ കൈമാറ്റം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ആർജിക്കേണ്ട ഒരു കാര്യമാണ്. അത് പഠിക്കേണ്ട ഒരു വിഷയമല്ല, പഠിക്കാൻ മാത്രമുള്ള വിഷയമല്ല, പഠിക്കേണ്ടതുമാണ്. പഠനം മാത്രം നമുക്ക് സൺഡേ സ്കൂളിലെ പാഠപുസ്തകം വഴി നടക്കും. പക്ഷേ വിശ്വാസം ആർജിക്കുക എന്ന് പറയുന്ന കാര്യം ഇത്തരമുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. ഈ അനുഭവങ്ങളാണ് ഞായറാഴ്ച ബാക്കി 23 മണിക്കൂറും കൊണ്ട് ബാക്കി എല്ലാവരും ചേർന്ന് ഒരു സമൂഹവും ഈ കുഞ്ഞിന് കൈമാറേണ്ടത്. 1 മണിക്കൂർ കൊണ്ട് അത് പഠിക്കട്ടെ. ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വിശ്വാസം ആർജിക്കാനുള്ള ഡയറക്റ്റ് എൻകൗണ്ടർ വിത്ത് ജീസസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പാഠശാലകളാണ്. നമ്മളുടെ രോഗീ സന്ദർശനങ്ങളും ആതുരാലയങ്ങളും ഒരുമിച്ചുള്ള യാത്രകളും ബന്ധുക്കളെ കണ്ടെത്തലും പാവപ്പെട്ടവരെ സഹായിക്കാൻ പോക്കലും ഒക്കെ മാതാപിതാക്കന്മാരുടെ കൂടെ ചെയ്യേണ്ടത്. അതിനുവേണ്ടി മാതാപിതാക്കന്മാർ കൂടി തയ്യാറാകുന്ന ദിവസത്തിനെയാണ് വിശുദ്ധമായ ഞായർ എന്ന് വിളിക്കേണ്ടത് എന്നാണ് ചാവറ പിതാവ് പറയുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ചിന്തകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളിവിടെ ഇന്ന് അനുഭവിക്കുന്നത്. ഞായറാഴ്ച നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്, അൾത്താരയിലേക്ക് വരികയാണ്, വിശുദ്ധ കുർബാന ആചരിക്കാൻ അനുഭവിക്കാൻ വരികയാണ്. ദൈവത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നിൻ്റെ അയൽക്കാരിലേക്കുള്ള ദൂരമാണ് എന്ന് ചാവരുളിലൂടെ 1.5 നൂറ്റാണ്ട് മുമ്പ് ചാവറയച്ചൻ എഴുതി വെച്ചത് ഈശോനാഥൻ തൻ്റെ വചനത്തിൽ പങ്കുവെച്ച അയൽക്കാരിലേക്കുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ കുർബാന ദൈവത്തോടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ആത്മീയ അനുഭവം ആണ് എങ്കിൽ അതിനുശേഷം ആ അനുഭവത്തെ ജീവിതത്തിലേക്ക് വിവർത്തനം ചെയ്തെടുക്കാൻ, ജീവിതത്തിലേക്ക് രൂപാന്തരപ്പെടുത്താൻ ഈ അനുഭവം സ്വന്തമാക്കുന്നവർക്ക് അവസരം കൊടുക്കുന്ന ഒരു ഉപദേശ സംഹിതയായിരുന്നു ഇന്ന് ചാവറയച്ചൻ്റെ ഈ ചാവരുളിൽ നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 3400ഓളം അഗതി മന്ദിരങ്ങൾ നമുക്ക് സർക്കാർ അംഗീകൃതമായിട്ട് കേരളത്തിൽ തന്നെയുണ്ട്. അതിൽ 1500ഓളം സ്ഥാപനങ്ങൾ, 1400-ലേറെ സ്ഥാപനങ്ങൾ നടത്തുന്നത് കത്തോലിക്ക സഭ തന്നെയാണ്. ഒപ്പം ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്ക്, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കൾക്ക് വേണ്ടി 300ഓളം സ്ഥാപനങ്ങളുണ്ട്. അതിൽ 130ഓളം സ്ഥാപനങ്ങൾ കത്തോലിക്ക സഭ നടത്തുന്നുണ്ട്. ഞാൻ ഈ സഭയുടെ സ്ഥാപനങ്ങളുടെ എണ്ണം പറയുന്നത് മറ്റൊരു ലക്ഷ്യത്തിലല്ല, നമ്മുടെ മക്കൾക്ക്, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക്, നമ്മുടെ വിശ്വാസികളായ സഹോദരങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്ക് ആതുര ശുശ്രൂഷയിലൂടെ അരികത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ മുഖം കാണാൻ ഒത്തിരി ദൂരെയൊന്നും പോകേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മളുടെ സഭ തന്നെ പരിപാലിക്കുന്ന ദൈവരൂപങ്ങളുടെ അടുത്തേക്ക് വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തോടെ കടന്നു ചെന്ന് ഓരോ ഞായറാഴ്ചയെയും കൂടുതൽ വിശുദ്ധീകൃതമാക്കാൻ, വിശുദ്ധമായ അനുഭവമാക്കി മാറ്റാനുള്ള ഒരു പ്രചോദനം ഈ ഒരു ചർച്ചയിലൂടെ ശാലോം ടിവിയുടെ പ്രേക്ഷകർക്കും ഈ ചർച്ചയിൽ പങ്കെടുത്ത നമുക്കും അങ്ങനെ സംഭവിക്കുന്നതോടുകൂടി ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു ദിനമായി ഞായറാഴ്ചയെ മാറ്റുവാനും അങ്ങനെ വിശ്വാസത്തിന് യഥാർത്ഥമായ സാക്ഷ്യം വഹിക്കുവാനും നമുക്കിടയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത സെബാസ്റ്റ്യൻ അച്ഛനും ജോയി സാറിനും റോബിൾ സാറിനും ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൂരാച്ചുണ്ട്, കല്ലാനോട് ഇടവകയിൽ നിന്നുള്ള പ്രിയപ്പെട്ട വിശ്വാസി സുഹൃത്തുക്കൾ എല്ലാവർക്കും ഹൃദയപൂർവ്വമായ നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.